കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. കരുത്ത് നേടി കുരുമുളക്. ക്വിന്റലിന് 200 രൂപയാണ് കൂടിയത്. വെളിച്ചെണ്ണ വില താഴേക്ക്. രാജ്യാന്തര തകർച്ചയിൽ റബ്ബറും. ഏലയ്ക്ക വരവിൽ വൻ റെക്കോർഡ്. കുരുമുളക് കരുത്ത് തിരിച്ചുപിടിക്കാൻ ശ്രമം തുടങ്ങി. കാർഷിക മേഖല നാടൻ കുരുമുളക് വിൽപ്പനയിൽ നിന്നും അല്പം പിന്തിരിഞ്ഞതോടെ ലഭ്യത ഉറപ്പുവരുത്താൻ വാങ്ങലുകാർ ഉയർന്ന വില വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് 68,800 രൂപയിൽ വ്യാപാരം നടന്നു. ദക്ഷിണേന്ത്യയിൽ നാളികേരോൽപ്പന്നങ്ങളുടെ വില കുറയുന്നു. വെളിച്ചെണ്ണയ്ക്ക് ഉത്സവ സീസണിൽ ഡിമാൻഡ് മങ്ങിയത് തമിഴ്നാട്ടിലെ കാങ്കയത്തെ വൻകിട മില്ലുകാരെ വെളിച്ചെണ്ണ വിറ്റുമാറാൻ പ്രേരിപ്പിച്ചു. രാജ്യത്ത് ഇതര പാചക എണ്ണകളുടെ വില താഴ്ന്നത് വെളിച്ചെണ്ണ വിൽപ്പനയെ ബാധിച്ചു. കൊച്ചിയിൽ എണ്ണവില ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ് 36,300 രൂപയായി. രാജ്യാന്തര റബ്ബർ വിപണിയിലെ തളർച്ച ഇന്ത്യൻ മാർക്കറ്റിലും റബ്ബറിന് തിരിച്ചടിയായി. ഉത്തരേന്ത്യൻ വ്യവസായികൾ രംഗത്തുനിന്നും അകന്നതിനാൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 3 രൂപ കുറഞ്ഞ് 185 രൂപയായി. ബാങ്കോക്കിൽ റബ്ബർ വില 3 ദിവസം കൊണ്ട് കിലോ 187 രൂപയിൽ നിന്നും 180 ഇടിഞ്ഞു. ജപ്പാൻ, സിംഗപ്പൂർ വിപണികളിൽ റബ്ബർ അവധി വിലകൾ താഴ്ന്നു. ഏലയ്ക്ക ലേലവരവിൽ വൻ റെക്കോർഡ്. ഒറ്റ ദിവസം 1,00,000 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങിയത് വാങ്ങലുകാർ ആഘോഷമാക്കി മാറ്റി. ശരാശരി ഇനങ്ങൾക്ക് 2,400 രൂപ നിലവാരത്തിലും മികച്ച ഇനങ്ങൾ കിലോ 3,000 രൂപയ്ക്ക് മുകളിലും ഇടപാടുകൾ നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താങ്ങുവില നിശ്ചയിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താനൊരുങ്ങി ടെക്സ്റ്റൈൽസ് മന്ത്രാലയം. MSP ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒക്ടോബർ 31-നകം കർഷകർക്ക് കപ്പാസ് കിസാൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് സ്വയം രജിസ്റ്റർ ചെയ്യാനും സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനും പേയ്മെന്റുകൾ തത്സമയം ട്രാക്ക് ചെയ്യാനും അനുവദിക്കുന്നതാണ് കപ്പാസ് കിസാൻ മൊബൈൽ ആപ്പ്. 2025-26 പരുത്തി സീസണിന് മുന്നോടിയായി കർഷകർക്കുള്ള മിനിമം താങ്ങുവില പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഊർജിതമാക്കി. പരുത്തി കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായും ഉന്നതതല അവലോകന യോഗം നടന്നിരുന്നു. പ്രശ്നരഹിതമായ സംഭരണം, സമയബന്ധിതമായ പണമടയ്ക്കൽ, ഡിജിറ്റൽ സംയോജനം എന്നിവ സുഗമമാക്കുന്നതിനുള്ള പ്രധാന നടപടികൾ യോഗം വിശദീകരിച്ചു. കർഷകർക്ക് മികച്ച ലഭ്യതയും വരവും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യലും ഉറപ്പാക്കുന്നതിന് അതിന്റെ എക്കാലത്തെയും വലിയ ശൃംഖലയായ 11 പ്രധാന പരുത്തി കൃഷി മേഖലകളിലായി 550 പരുത്തി സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയതായി മന്ത്രാലയം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആത്മനിർഭരതാ ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ലക്ഷ്യം ഇന്ത്യയെ പയറുവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്തമാക്കുക. ഇന്ത്യയെ പയറുവർഗ്ഗ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിനായി മിഷൻ ഫോർ ആത്മനിർഭരത എന്ന പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 11,440 കോടി രൂപയുടെ സംരംഭം 2030 മുതൽ 31 വരെ നീണ്ടുനിൽക്കും. കൂടാതെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കും കർഷകർക്കും ഒരു ഗെയിം ചേഞ്ചറായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗ ഉൽപാദകരും ഉപഭോക്താവുമാണ് ഇന്ത്യ. എന്നാൽ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയുമായി പൊരുത്തപ്പെടാൻ ആഭ്യന്തര വിതരണം ബുദ്ധിമുട്ടുന്നതിനാൽ രാജ്യത്തിന് ആവശ്യത്തിന്റെ ഏകദേശം 15 മുതൽ 20% വരെ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതമായി. ഉയർന്ന വിളവ്, കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിത്തുകൾ, കൃഷിമേഖലകളുടെ വികാസം, ശക്തമായ വിപണി പിന്തുണ സംവിധാനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ആശ്രിതത്വം കുറയ്ക്കുന്നതിനാണ് പുതിയ ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 370 ലക്ഷം ഹെക്ടർ വിസ്തൃതിയിൽ 126 ലക്ഷം ക്വിന്റൽ അംഗീകൃത വിത്തുകൾ കർഷകർക്ക് വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയായി പാലക്കാട്. ഓഗസ്റ്റ് മാസത്തിൽ ജില്ലയിലെ ശരാശരി പ്രതിദിന ഉൽപ്പാദനം 3.36 ലക്ഷം ലിറ്ററാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 6% വളർച്ചയാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. മിൽമ ഏറ്റവും കൂടുതൽ പാൽ സംഭരണം നടത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. 2.49 ലക്ഷം ലിറ്റർ പാലാണ് മിൽമയുടെ പാലക്കാട് ഡയറിയിൽ സംഭരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചിറ്റൂരിലാണ്. പ്രതിദിനം 1.70 ലക്ഷം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചിറ്റൂർ ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പിന്റെ കണക്ക് പ്രകാരം 60 ക്ഷീര സഹകരണ സംഘങ്ങളും 6,100 ക്ഷീര കർഷകരുമാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 45,000 ചിറ്റൂരിലെ കന്നുകാലി സമ്പത്ത്. അതിൽ 20,500 എണ്ണം കറവ പശുക്കളാണ്. കർഷകർക്കായി ഒട്ടേറെ പദ്ധതികൾ ക്ഷീരവികസന വകുപ്പ് ജില്ലയിൽ നടപ്പിലാക്കുന്നുണ്ട്. പെരുമാട്ടി, കടമ്പഴിപ്പുറം, കാഞ്ഞിരപ്പുഴ, കൊഴിഞ്ഞാമ്പാറ, ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ ക്ഷീരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുൽകൃഷി വികസനം, മിൽക്ക് ഷെഡ്, സ്മാർട്ട് ഡയറി ഫാം തുടങ്ങിയ പദ്ധതികൾ ക്ഷീരവികസന വകുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പാക്കുന്നുണ്ട്. മിൽമ മലബാർ മേഖലാ യൂണിയനും അധിക പ്രോത്സാഹന വില കർഷകർക്ക് പല ഘട്ടങ്ങളിൽ നൽകി വരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പാൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതര സംസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് മിൽമ അധിക പാൽ കൊണ്ടുവരുന്നത്. ഈ വകയിൽ കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തു നിന്നും പുറത്തേക്കൊഴുകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 188, RSS 5 184, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 69,500, കുരുമുളക് അൺഗാർബിഡ് 67,500, ഏലക്ക 2,350 മുതൽ 2,450 വരെ, വെളിച്ചെണ്ണ 36,400, കൊപ്ര 23,100, ചുക്ക് 24,000. Agri News presented by കയർ ഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർ ഫെഡിന്റെ ഓണാശംസകൾ.